എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സറാണ്, ചായയുടെ കൂടെ കഴിക്കാൻ. അതിനായിട്ട് നമുക്ക് കുറച്ച് പൊടിയൊന്ന് കുഴച്ചെടുക്കാം. കടലപ്പൊടി, ഒരു കപ്പ്. ഏതാണ് അളവ് പാത്രം അതെടുക്കണം. രണ്ടും ഒരു പാത്രം കൊണ്ട് എടുക്കണമെന്നേ ഉള്ളൂ. ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് അതേ കപ്പിനകത്ത് അരിപ്പൊടി, 2 കപ്പ് അരിപ്പൊടിയും ഇട്ട് പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി. എരിവ് ആവശ്യമുള്ളവർ, കൂടുതൽ വേണ്ടവർ കൂടുതലിടാം. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി. എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കണം. അധികം കുഴഞ്ഞു പോകരുത്, കുറച്ച് ടൈറ്റായിട്ടിരിക്കണം. ഇതൊൻ്റെ ഇവിടെ എല്ലാം കുഴച്ചെടുത്ത് ഒരിച്ചിരി നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ അരിപ്പൊടിയൊക്കെ അല്ലേ, അതൊന്ന് കുതിർന്ന് വരണം. ഇപ്പം നമ്മളിവിടെ മാവെടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ പുരട്ടണം. ആദ്യമേ എണ്ണ പുരട്ടിയിട്ട് ഈ സിലിണ്ടറിലും എണ്ണ പുരട്ടണം ഇച്ചിരി. അപ്പോൾ പിന്നെ ആദ്യം നമ്മുടെ കയ്യിൽ ഇച്ചിരി എണ്ണ തേക്കണം. അപ്പോൾ ഇനിയൊരു ഉരുള എടുക്കാമേ. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടാക്കാൻ നേരത്തെ വെച്ചിട്ടുണ്ട്. ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്കിത് പിഴിഞ്ഞിടാം. ഒരുപാട് സമയം വേണ്ട, ഇത് ആകും എളുപ്പം. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം. രണ്ടാമതും ഇടാം. എണ്ണയ്ക്കകത്തോട്ട് പിഴിഞ്ഞിടാം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. നമുക്കൊന്ന് തിരിച്ചിടാം. എളുപ്പമാകും, ഒത്തിരി നേരം വേവൊന്നും ഇല്ലല്ലോ. കോരിയെടുക്കാമേ. ഇതൊരു പാത്രത്തിലോട്ടിട്ടാൽ ഒട്ടും എണ്ണയില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും. എണ്ണ കോരിയെടുത്തപ്പോൾ ഇച്ചിരി എണ്ണ വന്നിട്ടുണ്ട്. എല്ലാം അതുപോലെ കോരിയെടുക്കാമേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1/2 കപ്പ് കപ്പലണ്ടി. കപ്പലണ്ടിയൊക്കെ ഇടുമ്പോൾ തീ കൂട്ടിയിടരുത്, കരിഞ്ഞു പോകും. കപ്പലണ്ടി നമുക്ക് കോരിയിടാം. രണ്ട് തണ്ട് കരിയാപ്പിലയോടെ വറുത്ത് ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ ആ കുഴച്ച് വെച്ച മാവേൽ നിന്നൊരു ശകലം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. ഇത് ഒരു പൊരി പോലെ ഉണ്ടാക്കിയേ, അതും നമുക്ക് കോരിയെടുക്കാം. നമ്മൾ ആ കുഴച്ച മാവ് തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ലൂസാക്കിയതായത്, അതും അതിനകത്തോട്ടിടാം. നമുക്കിത് കോരിയെടുക്കാമേ.
ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാമേ. നമ്മൾ കപ്പലണ്ടിയും പൊരിയും ഉണ്ടാക്കി വെച്ചില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാമേ. അതും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്, തൊലിയോട് കൂടിയായിടണ്ടേ, ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും ഒരു ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് കായപ്പൊടി, ഒരു മണമൊക്കെ കിട്ടാനാന്നേ. ചായയുടെ കൂടെ കഴിക്കാൻ ഇതുപോലെ ഉണ്ടാക്കണം. കടയിലൊക്കെ പോയി മേടിക്കുമ്പോൾ ഒത്തിരി വിലയൊക്കെ ആകും. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് വാരി കഴിക്കാൻ മിച്ചറുണ്ടാക്കാം. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.